നമസ്കാരം. നമ്മളിൽ പലരും വ്യത്യസ്തമായ സംരംഭം ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. അത്തരത്തിൽ കൊച്ചിയിൽ ആരംഭിച്ച ഒരു സംരംഭം സൂപ്പർ ഹിറ്റായി മാറിയിരിക്കുകയാണ്. ഫോർട്ട് കൊച്ചി സ്വദേശി കൃഷ്ണ ആരംഭിച്ച ഷൂ ഷൈനി എന്ന ഹിത ഷൂ ഷൈനി എന്ന സ്ഥാപനമാണ് ഇതിനോടകം സൂപ്പർ ഹിറ്റായി മാറിയിരിക്കുന്നത്. ചെറിയ കാര്യമല്ല ഈ ഷൂ ക്ലീനിങ് എന്ന് പറയുന്നത്. മാസത്തിൽ 1 ലക്ഷത്തിലധികം രൂപയാണ് വരുമാനമായി ഈ 25-കാരി യുവ സംരംഭക കൃഷ്ണ നേടുന്നത്. നമുക്ക് കൃഷ്ണയോട് തന്നെ ചോദിച്ചറിയാം കൃഷ്ണയുടെ സ്ഥാപനത്തിൻ്റെ വിശേഷങ്ങളൊക്കെ. ഇങ്ങനെയാണ് ഇങ്ങനൊരു ആശയം അതിന് പിന്നിൽ എന്താണ്? ആശയം എന്താ പറയുക, ആക്ച്വലി ഞാൻ ഓൺടർപ്രണർ ആവണമെന്ന് വിചാരിച്ച ആളല്ല. പെട്ടെന്നൊരു എന്താ പറയുക, ഒരു തോന്നലുണ്ടാവുമായിരുന്നു ഒരു ബിസിനസ് ചെയ്യണം എന്നുള്ളത്. ഓൾറെഡി എനിക്ക് ഒത്തിരി ഷൂസ് ഉണ്ട്. അപ്പോൾ ഞാനെപ്പോഴും നീറ്റായിട്ട് സൂക്ഷിക്കുന്ന ആളാണ്. അപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ഇത് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഷൂ ലോണ്ടറി തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ കാരണം എനിക്ക് അറിയായിരുന്നു പോസിബിലിറ്റി നല്ല കൂടുതലാണ്. കാരണം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഒത്തിരി പേരുടെ കയ്യിൽ ഷൂസ് തന്നെ ഉണ്ടല്ലോ. അപ്പോൾ എനിക്കറിയായിരുന്നു ഒരു എന്താ പറയുക, ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതെ. ശരിക്കും ഈ സംരംഭം തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര കാലമായി? ഇപ്പം 9 മാസത്തോളമായി. അതെ. 9 മാസം കൊണ്ട് എന്താണ് മാസം നമുക്ക് വരുമാനം എത്ര ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? മാസം ഒരു 1 ലാഖോളം. കാരണം ഒരു 400 മേലെ ഷൂസ് നമുക്ക് ഒരു മാസം വരുന്നുണ്ട്. അതെ. ശരിക്കും എന്താണ് പഠിച്ചത്? പ്രൊഫഷണൽ എന്തായിരുന്നു? പ്രൊഫഷൻ ഞാൻ പഠിച്ചത് ഇൻറ്റീരിയർ ഡിസൈനിങ് ആണ്. പക്ഷേ ഇൻറ്റീരിയർ ഡിസൈനിങ് കുറച്ച് ടഫാണ്. ലൈക്ക് ഞാൻ കുറച്ച് നാൾ ഡ്രാഫ്റ്റിങ്ങിനൊക്കെ ചെയ്തിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്താ പറയുക, എൻ്റെ പാഷൻ സിനിമാറ്റോഗ്രാഫി, ഫോട്ടോഗ്രാഫി അങ്ങനെയൊക്കെയാണ് പാഷൻ. അപ്പോൾ ഞാൻ കുറച്ചാൾ അങ്ങനെ വർക്ക് ചെയ്ത് വന്നപ്പോൾ പിന്നെ എന്താ പറയുക, ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ബിസിനസ് ചെയ്താലോ. അങ്ങനെയാണ് ഞാനിപ്പം ഈ ഒരു ബിസിനസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ പാഷനുണ്ട്, ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. അതെ. ശരിക്കും നമ്മളിങ്ങനെ കേട്ടിട്ടില്ല ഷൂ ക്ലീനിങ് ലോണ്ടറി എന്നൊക്കെ. അപ്പോൾ അത് തുടങ്ങുന്നത് തന്നെ സ്റ്റാർട്ടിങ് തന്നെ വലിയൊരു വെല്ലുവിളിയല്ലായിരുന്നോ? അതെങ്ങനെയാണത്, ആ കടമ്പകളെ കടന്നത് എങ്ങനെയാണ്? ആക്ച്വലി നമുക്ക് ഇവൻ നമ്മൾ പാർട്ട്ണർക്ക് പോലും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ലൈക്ക് എല്ലാവർക്കും ഡൈജസ്റ്റ് ആവണം എന്നില്ല. ഞാൻ ഒരു ഷൂ ലോണ്ടറി സ്റ്റാർട്ട് ചെയ്യുന്നു. കാരണം നമുക്ക് ഇവിടെ ഇല്ലാത്തൊരു സാധനം പുതിയതായിട്ട് കൊണ്ടുവരുമ്പോൾ എല്ലാവർക്കും അത് അക്സെപ്റ്റ് ചെയ്യാനോ ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇത് നടക്കുമോ ഇല്ലയോ എന്നുള്ളത്. ഫൈനലി ഞാൻ പ്രൂവ് ചെയ്തു ഇങ്ങനെ നടക്കും അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. കാരണം എൻ്റെ ഒരു വാക്കിൻ്റെ പുറത്താണ് ആൾ എന്താ വിശ്വസിച്ച് നമുക്ക് വേണ്ടി കാശ് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു മാസം കൊണ്ട് നമുക്കത് തിരിച്ചു കൊടുക്കാൻ പറ്റി എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. അതെ. എങ്ങനെയുള്ള ആളുകളാണ് ഇവിടേക്ക് വരുന്നത്? ഇത് ശരിക്കും ഇത് പൊതുജനങ്ങളിലേക്ക് എത്തിച്ചത് എങ്ങനെയാണ്? കൂടുതലും നമുക്ക് ബിസി ആയിട്ടുള്ള ആൾക്കാർ. കാരണം ഒത്തിരി ആളുകൾ ജോലിക്ക് പോകുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് എപ്പോഴും ഈ ഷൂ നീറ്റായിട്ടിരിക്കണം എന്നുള്ളവരുണ്ട്, സമയമില്ലാത്തവരുണ്ട്. ഞാനിപ്പോൾ അങ്ങനത്തെ ഒരു ഇതിലാണ് ഞാൻ ഷൂ ലോണ്ടറി എടുത്താൽ അവർക്കും കുറച്ച് ഹെൽപ്ഫുള്ളായിരിക്കും എന്നുള്ളൊരു ഇതിൽ വന്നത്. ആളുകളൊക്കെ വരുന്നത് എങ്ങനെയാണ്? ഈ സിനി ആർട്ടിസ്റ്റോ അങ്ങനെയുള്ള ആളുകളൊക്കെ വരാറുണ്ടോ? അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ആളുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ സെലിബ്രിറ്റീസൊക്കെ ഉണ്ട് നമ്മളെ ലിസ്റ്റിൽ. പിന്നെ കൂടുതലും പറയുക, നമ്മളുടെ ഒരു വീഡിയോസ് കണ്ടിട്ടാണ് ആളുകൾ എത്തുന്നത്. പിന്നെ വോയിസ് ഓവർ വീഡിയോ ഒക്കെ ഇട്ടിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അതെ, സോഷ്യൽ മീഡിയ ത്രൂ ആണ് നമ്മൾ ഇത്രയും എത്തിയത് തന്നെ. പിന്നെ ആൾക്കാർ അങ്ങോട്ടും പറഞ്ഞറിഞ്ഞ് വരുന്നവരും ഒത്തിരി ഉണ്ട്. അപ്പോൾ ഏതായാലും 9 മാസത്തോളം ഇത് വൻപൻ ഹിറ്റായി മാറിയിരിക്കുകയാണ്. ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ സപ്പോർട്ടുണ്ട്. അപ്പം എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? എന്താണ് ഫ്യൂച്ചറിലേക്ക് നമുക്ക് ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ട്. എനിക്കൊരു ടീം വേണമെന്നുണ്ട്. കൂടുതൽ എനിക്ക് നെറ്റ്വർക്കിംഗ് വേണമെന്നുണ്ട്. കാരണം എനിക്ക് സത്യത്തിൽ കേരളത്തിൽ തന്നെ എല്ലായിടത്തും തന്നെ നമ്മളുടെ ഇത് എത്തണം എന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. കാരണം ഹിത ഒരു ബെസ്റ്റ് സർവീസാണ് കൊടുക്കുന്നത്. ജസ്റ്റ് നോർമൽ സർവീസ് അല്ല, നമ്മൾ പ്രൊഫഷണൽ രീതിയിൽ തന്നെയാണ് എല്ലാ ഷൂസും തന്നെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സർവീസ് എല്ലായിടത്തും എത്താൻ പറ്റുക എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പം ഞാൻ കുറച്ച് യങ്സ്റ്റേഴ്സിനെ നോക്കുന്നുണ്ട്. നമുക്ക് നല്ല ഫ്രാഞ്ചൈസി ഒക്കെ കൊടുക്കണം. വേൾഡ് വൈഡ് കൊടുക്കാൻ പറ്റിയ അത്രയും നല്ലത്. കാരണം ഒത്തിരി പേര് നമ്മൾ അന്വേഷിച്ച് വരുന്നവരുണ്ട്. ഇപ്പം ന്യൂസിലാൻഡിൽ നിന്നൊക്കെ എൻക്വയറി വന്നിട്ടുണ്ട്. ബട്ട് ഞാൻ ചിന്തിക്കുന്നേ ഉള്ളൂ. കാരണം ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ, ഫോർമാലിറ്റീസിലേക്ക് നമ്മുടെ സൊല്യൂഷൻ എക്സ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അപ്പം ഞാൻ പയ്യെ അതിനെക്കുറിച്ച് പഠിച്ചു വരുന്നേ ഉള്ളൂ. കോൺഫിഡൻസ് ആണ്. അതെ, കോൺഫിഡൻസ് കൊണ്ടാണ് സത്യത്തിൽ ഇവിടെ വരെ എത്തിയത്. കാരണം നമ്മളൊരു വാക്കിൽ വിശ്വസിച്ച ആൾക്കാർ നമ്മുടെ കൂടെ ഇറങ്ങി പുറപ്പെടുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ്. കാരണം ഞാൻ പല ആളുകളടുത്തും ഞാൻ പറയുക, ഞാൻ ആരെ കണ്ടാലും ഞാൻ പറയും ഞാൻ പുതിയ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ട്, ഷൂ ലോണ്ടറി ആണ് പറഞ്ഞ് നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ എല്ലാവരും ചോദിക്കും ചെരുപ്പൂത്തിയാണോ അങ്ങനെ ചോദിച്ചവരുണ്ട്. അപ്പോൾ ഷൂ ക്ലീനിങ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു നെഗറ്റീവാണ്. ബട്ട് എന്നാൽ പോലും നമുക്ക് ഇതിനകത്ത് വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ഐ പ്രൂവ്ഡ് ഇറ്റ്.
എന്താണ് പുതിയ സംരംഭകരോടൊക്കെ പറയാനുള്ളത്? നമ്മൾക്കൊരു ഡ്രീം ഉണ്ടാവണം എന്നുള്ളതാണ് സത്യത്തിൽ. പിന്നെ കോൺഫിഡൻസ്, ഏറ്റവും കൂടുതൽ വേണ്ടത് കോൺഫിഡൻസാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യമാണെങ്കിൽ പോലും, ഈവൻ ദോ നമ്മുടെ കയ്യിൽ എത്ര ചെറുത് സാധനമാണെങ്കിൽ പോലും നമ്മളത് ആൾക്കാരുടെ മുമ്പിൽ ദ വേ ഓഫ് പ്രസൻറ്റിംഗ് ആണ് ആളുകൾ, എന്താ പറയുക, നമ്മൾ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ തന്നെ നമ്മൾ അത് ഏത് രീതിയിലാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് അതനുസരിച്ച് ആളുകൾ നമ്മളത് വാങ്ങുള്ളൂ. മനസ്സിലായി? അപ്പം ഞാൻ ആ ഒരു ഇതിൽ ആളുകളിലേക്ക് എത്തിച്ചു എന്നുള്ളത് അതിൻ്റെ ഒരു ഏറ്റവും വലിയ സക്സസ് ആണ്. അപ്പം നമ്മുടെ കയ്യിൽ എന്താണുള്ളത് അത് ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ ആളുകളിലേക്ക് എത്തിക്കുക. നല്ല രീതിയിൽ എന്താ പറയുക, ഒരു കള്ളോ ഒന്നും ഇല്ലാതെ തന്നെ ആളുകളിലേക്ക് എത്തിച്ചാൽ മതി. നമ്മൾ എന്താ പറയുക, നല്ല ഇൻറ്റ്യൂഷൻ ഉണ്ടാവുക, അതാണ് ഏറ്റവും എന്താ പറയുക പുതിയ സംരംഭകരോടും പുതിയ യങ്സ്റ്റേഴ്സിനോടും എനിക്ക് പറയാനുള്ളത്. ബോർഡ് ഞങ്ങൾ വന്നപ്പോൾ ശ്രദ്ധിച്ചപ്പോഴേ ഒരുപാട് നല്ല ഫോട്ടോസ്, ഡിസൈനിങ്, ക്യാപ്ഷൻ, വേർഡ്സ്, ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ തന്നെ തയ്യാറാക്കിയതാണ്? അതെ, ഞാൻ തന്നെ ഡിസൈൻ ചെയ്യുന്നതാണ്. അപ്പം എനിക്കിത് ഇഷ്ടമാണ് കുറച്ചൊക്കെ ചെയ്യാനായിട്ട്. ഞാൻ നേരത്തെ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് ഞാനൊരു സോഷ്യൽ മീഡിയ ആണ് നോക്കിയിരുന്നത്, ഹാൻഡിൽ ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് അപ്പോഴത്തോട്ടേ ഞാനിങ്ങനെ കുഞ്ഞു കുഞ്ഞു പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. അപ്പോൾ അവിടുത്തെ സാറിന് അത് കണ്ടപ്പോൾ ഇഷ്ടമാണ്, ലൈക്ക് അവർ ഓക്കെയാണ്. അപ്പോൾ തന്നെ എനിക്കൊരു കോൺഫിഡൻസ് ആയി, ലൈക്ക് എനിക്ക് ഇനിയും ചെയ്യാൻ പറ്റും. അങ്ങനെ കുറച്ച് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ സ്വന്തമായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് വേറെ ആരും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നില്ല. ഈവൻ തോ ലോഗോ ആണെങ്കിലും പോസ്റ്റേഴ്സ് ആണെങ്കിലും വീഡിയോസും എഡിറ്റിങ്ങും എല്ലാം, വോയിസ് ഓവറും എല്ലാം ഞാൻ തന്നെ, കോണ്ടന്റ് ക്രിയേഷനും എല്ലാം ഞാൻ തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഓൾ ഇൻ വൺ ആണ് ഇപ്പോൾ സത്യത്തിൽ. ഇടയ്ക്ക് ഷൂവും ക്ലീൻ ചെയ്യും. അതെ. വീട്ടിലെ സപ്പോർട്ട് എങ്ങനെയാണ്? വീട്ടിൽ ആക്ച്വലി സപ്പോർട്ട് വളരെ കുറവാണ്. ലൈക്ക് പാരൻസിനൊന്നും വലിയ സപ്പോർട്ടില്ല. ഏറ്റവും വലിയൊരു താങ്ങ് എന്ന് പറയുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സും 2-3 ബെസ്റ്റ് ഫ്രണ്ട്സും ഉണ്ട്. പിന്നെ എൻ്റെ പാർട്ട്ണർ, എൻ്റെ ബിസിനസ് പാർട്ട്ണറായിട്ടുള്ള ആളാണ്. കാരണം ആ ഒരു സത്യം പറഞ്ഞാൽ ആ 2-3 പേര്, വളരെ ചുരുക്കമുള്ള ആ ഒരു കുറച്ച് പേരാണ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് എന്തും നമുക്ക് കീഴടക്കാൻ സാധിക്കും. അതെ. ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ എങ്ങനെയാണ്? ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ച്വലി വളരെ കുറവാണ്. ഇപ്പോൾ ഈവൻ തോ നമ്മളിപ്പോൾ ഫ്രാഞ്ചൈസി കൊടുക്കുന്നവർക്കാണെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറവിലാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം അവർക്കും കൂടെ അഫോർഡബിൾ ആയിരിക്കണം. ലൈക്ക് എല്ലാ പിള്ളേരും എന്താ പറയുക, ഇപ്പം എന്താ പറയുക, യങ്സ്റ്റേഴ്സിനാണെങ്കിൽ പോലും അവർക്കും ഒരു പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ എന്താ പറയുക ഈ ഒരു ഷൂ ലോണ്ടറിയുടെ ഫ്രാഞ്ചൈസി കൊടുക്കുമ്പോൾ അവർക്ക് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഞാനിപ്പം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ഒരു 2 ലക്ഷം രൂപയാണ്. കാരണം ഷോപ്പൊക്കെ എടുക്കാനുമായിട്ട് ആ ഒരു എമൗണ്ടിൽ നിന്ന് നമുക്കൊരു നല്ല രീതിയിലുള്ളൊരു ഗ്രോത്ത്, ഡ്രാസ്റ്റിക് ചേഞ്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ഷൂ ലോണ്ടറി കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. ഡ്രീം അങ്ങനെ സത്യത്തിൽ പ്രത്യേകിച്ച് ഡ്രീമില്ല. ഐ ഹാവ് എവറിത്തിങ്. ഇപ്പം എനിക്ക് സത്യത്തിൽ എന്താ പറയുക, ഒരു എന്തെങ്കിലും ഒരു ഡ്രീം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഐ ഗോട്ട് എവറിത്തിങ്. ഞാൻ ആഗ്രഹിച്ചതെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും കിട്ടുന്നുണ്ട്. സ്റ്റിൽ ഞാൻ അതിന് ഭയങ്കര ബ്ലെസ്ഡാണ്, അതിനകത്ത് ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ എന്താ പറയുക, ഒരു ഒറ്റയ്ക്കുള്ള അലോൺ ആയിട്ടുള്ളൊരു ലൈഫായിരുന്നു. അപ്പം ലോൺലിനെസ് എന്ന് പറയുന്ന ഒരു വലിയ കാര്യം ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടിട്ട് ഞാൻ തന്നെത്താനെ ഒരു വീടൊക്കെ എടുത്ത് ഒരു കുഞ്ഞു ഹോം അപ്ലയൻസസ് ഒക്കെ വാങ്ങിച്ച് ഒരു ഹോം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സത്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ. അങ്ങനെ ചെറിയ കുഞ്ഞു സ്വപ്നങ്ങളാണുള്ളത്. അതെ, ചെറിയ സ്വപ്നങ്ങളാണ്. പിന്നെ ഒരു ഷോപ്പ്, നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഷോപ്പ് എക്സ്പാൻഡ് ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. ഇച്ചിരി കൂടെ ഒന്ന് വലുതായി പിന്നെ കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ആഡ് ഓൺ ചെയ്യണമെന്നുണ്ട്. ഇപ്പം നമുക്കുള്ളത് കുഞ്ഞു ആക്സറീസ്, ലൈക്ക് എന്താ ഷൂ ലേസ്, കീ ചെയിൻസ്. പക്ഷേ അതിൻ്റെ കൂടെ കുറച്ച് സാധനങ്ങളൊക്കെ ആഡ് ചെയ്യണം. കാരണം കസ്റ്റമേഴ്സ് അന്വേഷിച്ച് വരുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് അത് കുറച്ച് അവർക്ക് അവൈലബിൾ ആക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതെ. താങ്ക് യു. ഓക്കെ. അങ്ങനെ കുഞ്ഞു സ്വപ്നങ്ങൾ നെയ്തുകൂട്ടി വലിയൊരു സംരംഭകയായി മാറുകയാണ് കൃഷ്ണ. ഇത് പുതുതലമുറയ്ക്ക്, സംരംഭകം ആരംഭിക്കുന്ന പുതുതലമുറയിൽ കൂടി ഒരു വലിയ മാതൃകയായി മാറുകയാണ്. തൻ്റെ സ്വപ്നം അല്ലെങ്കിൽ കോൺഫിഡൻസായി ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ എവിടെയും വിജയത്തിലെത്താമെന്ന് ഉള്ളതിനൊരു ഉദാഹരണം കൂടി ആയി മാറുകയാണ് ഫോർട്ട് കൊച്ചി സ്വദേശിയായ കൃഷ്ണ. ക്യാമറാമാൻ വിവേക് ജി വിനോദിനൊപ്പം CR ശ്യാം, ഫോക്കസ്.